ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. റവയും തേങ്ങയും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. എത്ര കഴിച്ചാലും മടുപ്പ് വരാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇതിനായി ആദ്യം തന്നെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം സബോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് ഒരു സബോളയാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായി ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, കറിവേപ്പില ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ ഒരു ഉള്ളി ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയൊരു സ്പൂൺ അളവിൽ 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ ഒരു കൂട്ട് നല്ല പോലെ വെന്ത് കുഴഞ്ഞു വരണം. 1-2 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചപ്പോൾ ഇപ്പോൾ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചു വെച്ചിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെന്ത് വരുമ്പോൾ നല്ല കട്ടിയായിട്ട് കുറുകി കിട്ടണം. അതുപോലെ ഇത് നന്നായിട്ട് ലൂസായിട്ടിരിക്കാനും പാടില്ല, എന്നാൽ നല്ല ടൈറ്റും ആവരുത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒന്നിച്ച് ഒഴിച്ചു കൊടുത്തിട്ടില്ല, അപ്പോൾ പരുവം തെറ്റും. അതുകൊണ്ട് ഘട്ടഘട്ടമായിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇളക്കി കൊടുത്ത് പരുവം നോക്കിയിട്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി നല്ല പോലെ വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവാണ് കറക്റ്റ് പരുവം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തു. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിൻ്റെ അളവിൽ 3 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ വെള്ളം നല്ല പോലെ തിളച്ച് വന്നു. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് റവയാണ്. റവയിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവയാണ്. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ വറുത്ത റവയാണ് നല്ലത്. ഒട്ടും കട്ട പിടിക്കാതെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ദാ ഞാൻ 2 കപ്പ് റവയും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്തു. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് പകുതി ചൂടാറി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നല്ല പോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. റവ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള വെള്ളമൊക്കെ കറക്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. ഇപ്പോൾ ദാ നല്ല പോലെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ബോൾ ഷേപ്പിലാക്കി എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വലിപ്പത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഓരോരുത്തർക്കും എത്ര വലിപ്പത്തിലാണോ വേണ്ടത്, അതുപോലെ ഏത് ഷേപ്പിലാണോ വേണ്ടത് അതുപോലെ തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ദാ ഇവിടെ കുറച്ചധികം വലിപ്പത്തിൽ ഈ ഒരു ഷേപ്പിൽ എല്ലാം റെഡിയാക്കി ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബോർഡിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് അതിലേക്ക് ഒരു മാവ് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഇതുപോലെ സ്മൂത്ത് ആയിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പരന്ന് കിട്ടും. ഈ മാവ് പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് ലൂസ് ആവാൻ വേണ്ട, എന്നാൽ നല്ല കട്ടിയും ആവേണ്ട. ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കിഴങ്ങിൻ്റെ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ മടക്കി എടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഒതുക്കി കൊടുക്കാം. ഇതുപോലെ തയ്യാറാക്കുമ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരെണ്ണം കഴിച്ചാൽ മതിയാവും ഒരാൾക്ക്. അതല്ല സ്നാക്സ് ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ കഴിക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ടിത് വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒരു ഭാഗം വെന്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം കുറച്ചുകൂടെ ഒന്ന് കുക്കായിട്ട് വരണം. അങ്ങനെ നമ്മളിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ 2 ഭാഗവും നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്കെല്ലാം തയ്യാറാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 3 എണ്ണം തയ്യാറാക്കി എടുത്തു. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നല്ല ഫില്ലിങ്സോട് കൂടിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.